ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ മാനുഷികമായ ചില സ്വഭാവ സവിശേഷതകൾ ദേവീ ചൈതന്യത്തിലും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ആ ഒരു ചൈതന്യത്തിൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ആർത്തവം അത് ആഘോഷപൂർണ്ണമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദേവി തൃപ്പൂത്തായി എന്നുള്ള വാർത്ത പത്രമാധ്യമത്തിലൂടെയൊക്കെ ഒക്കേഷണലായിട്ട് വായിച്ചു പോരുന്നതാണ്. അപ്പോൾ ഇന്ന് ദേവിയുടെ ഈ ഒരു തൃപ്പൂത്തിനെക്കുറിച്ച്, ആർത്തവ സംബന്ധമായ ആ ഒരു പ്രോസസ്സ്, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറായി വരിക കേൾക്കാനായിട്ട്. ഭഗവതിക്ക് ആർത്തവം സംഭവിക്കുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദേവി തൃപ്പൂത്തായി എന്നുള്ളതിനെ പറ്റിയുള്ള അതിന്റെ ഐതിഹ്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കത് ഇന്നൊന്ന് പരിശോധിച്ചാലോ. കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ മനോഹര ഭൂമി, അതാണ് ചെങ്ങന്നൂർ. ഭൂമി ഒരിക്കൽ ശിവപാർവതിമാർ സന്ദർശിക്കുവാനിടയായി. സന്ദർശന വേളയിൽ അവർക്ക് അവിടെ വെച്ച് ഒരു അപൂർവ സംഭവം നടക്കുകയുണ്ടായി. പാർവതി ദേവിക്ക് ആദ്യമായി അവിടെ വെച്ച് ആർത്തവം സംഭവിച്ചതും അതാണ് ആ അപൂർവ സംഭവം. സ്ത്രീത്വത്തിന്റെ ദിവ്യ സ്വരൂപമായ പാർവതി ദേവി ഭൂമിയിലെ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ദിവ്യമായ ഈ പവിത്ര നിമിഷത്തിന് പാത്രമാകുവാൻ പാർവതി ദേവിക്ക് ഇടയായി എന്നതാണ്. പ്രകൃതി നൽകിയ ഈ വരദാനം അത് ദൈവത്തിനും മനുഷ്യനും ഒരുപോലെ എന്ന തരത്തിലായിരുന്നു ഈ ഒരു സംഭവം അവിടെ വിളിച്ചോതിയിരുന്നത്. പ്രകൃതി നൽകിയ ഈ ഒരു സംഭവം അത് അത്യന്തം പവിത്രവും വരദാനവുമാണ് സ്ത്രീയെ സംബന്ധിച്ച് എന്നാണ് നാം കരുതിപ്പോരുന്നത്. പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള സ്ത്രീക്കുള്ള ദൈവിക കഴിവ്, അതിൻ്റെ പ്രത്യേക രൂപം എന്ന രീതിയിൽ ഇതാ ദേവി പാർവതി ആദ്യമായി ഭൂമി സന്ദർശിക്കാനായിട്ട്, ചെങ്ങന്നൂർ സന്ദർശിക്കാൻ രണ്ടുപേരും കൂടി ശിവപാർവതിമാർ ആ വഴി പോയപ്പോൾ അവിടെ വെച്ചാണ് ദേവിക്ക് ഈ തൃപ്പൂത്തായി, അല്ലെങ്കിൽ നാം പറയില്ലേ ആദ്യമായിട്ട് മെൻസസ് എന്നുള്ള ആ ഒരു ഇത് ഉണ്ടായത്. ആർത്തവം എന്നത് ദൈവം സ്ത്രീകൾക്ക് നൽകിയ അത്യന്തം പവിത്രമായ ഒരു വരദാനം തന്നെയാണ്. അതിന്റെ പ്രതീകാത്മകമായിട്ട് ഇതാ ദേവിക്കും ആ ഒരു ചടങ്ങ് ഭൂമിയിൽ വെച്ച് സംഭവിച്ചിരിക്കുന്നു. ദേവി സ്ത്രീയുടെ പ്രതിരൂപമാണ്, പ്രതീകമാണ്. ദേവിമാരുടെ ദേവിയായ പാർവതി ദേവിക്ക് തന്നെ ഈ ദിവ്യാനുഭവത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ ചെങ്ങന്നൂർ ഇടയായി എന്നുള്ളതാണ്. അനുഭവത്തിലൂടെ സത്യത്തിൽ ഓരോ സ്ത്രീയും പാർവതി ദേവിയുമായി ബന്ധപ്പെടുന്നു എന്നതാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഇത് കേവലം ഒരു ശാരീരിക പ്രതിഭാസമല്ല, മറിച്ച് ശിവവംശത്തിന്റെ നിലനിൽപ്പിനുള്ള ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പ്രകൃതിയുടെ പുനർജന്മത്തിന്റെ പ്രതിഭാസമായ ഈ പ്രക്രിയ സ്ത്രീ ശക്തിയുടെ ഉത്തമോദാഹരണമാണ്. പ്രപഞ്ചത്തിൽ പുതിയ ജീവൻ സൃഷ്ടിക്കാനുള്ള അതുല്യമായ കഴിവിന്റെ ആദ്യപടിയായി സംഭവിക്കുന്ന ഒരു ശാരീരിക പ്രവർത്തനം, അതാണ് സ്ത്രീകൾക്ക് ആർത്തവം എന്നത്. പാർവതി ദേവിയുടെ ആദ്യ ആർത്തവം സംഭവിച്ച ഈ പുണ്യഭൂമിയിൽ പ്രകൃതിയുടെ മുഴുവൻ ശക്തികളും അവിടെ ഉണർന്നെഴുന്നേറ്റു എന്ന് തന്നെ പറയാം. എന്തെല്ലാം മാറ്റങ്ങളാണ് ആ നിമിഷം അവിടെ കൈവന്നത്. ഭൂമി സ്വയം പുളകിതയായി, പക്ഷികൾ സന്തോഷത്തോടുകൂടി ആർത്തുല്ലസിച്ചു, പൂക്കൾ വളരെ ഹരിതാഭമായി, എല്ലായിടത്തും പച്ചപ്പ്, പൂക്കളെല്ലാം വിരിഞ്ഞു വർണ്ണാഭമായി നിൽക്കുന്ന കാഴ്ചകൾ, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ സമയം അവിടെ സംഭവിച്ചത്, വർണ്ണിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. ആകാശം സ്വർണ്ണവർണ്ണം പൂണ്ടു. ഭഗവാൻ മഹാദേവൻ തന്റെ പ്രിയ പത്നിയുടെ ദിവ്യ നിമിഷത്തെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി, അപ്സരസുകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിച്ചു. ദേവിയുടെ ആർത്തവം സംഭവിച്ച ഈ പുണ്യഭൂമി തികച്ചും അനുഗ്രഹീതമായി മാറുകയായിരുന്നു ആ നിമിഷം. ഈ ഒരു സംഭവത്തിന്റെ മഹത്വം മനസ്സിലാക്കി ജനങ്ങൾ അവിടെ ഒരു അപൂർവ ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. ഇത് വെറുമൊരു ക്ഷേത്രമായിരുന്നില്ല, മറിച്ച് ആർത്തവമുള്ള ദേവിയെ അനന്യസാധാരണമായ രീതിയിൽ ആദരിച്ച് ആഘോഷിക്കുന്ന അപൂർവമായ ഒരു ക്ഷേത്രം, അതായിരുന്നു ചെങ്ങന്നൂർ ക്ഷേത്രം. ായിരുന്നു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ജന്മമെടുക്കുവാനിടയാക്കിയത്. പുരാതനവും രഹസ്യാത്മകവുമായ ഒരു പുണ്യസ്ഥലം, അതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം.
ദൈവവും മനുഷ്യരൂപവും പൂണ്ട് ദേവി യഥാർത്ഥത്തിൽ ഒരു സ്വർഗീയ ഭാവത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യഭാവത്തിലെ നമ്മുടെ ഭൗമാന്തരീക്ഷത്തിലെ ഒരു സ്ത്രീയുടെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നു എന്നതാണ് നമുക്ക് ഇത്തരം ആ ഒരു പ്രതിഭാസത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. സ്ത്രീത്വത്തിന്റെ സമ്പൂർണതയിലും ഇവിടെ ആരാധിക്കപ്പെടുകയാണ്. കാലത്തിന്റെ സാക്ഷിയായി ആലപ്പുഴ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി കുടികൊള്ളുന്നു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന ഘടന അത് പുനരാവിഷ്കരണം നടത്തിയതാണ്. ഇതിന്റെ നിർമ്മാണം നടത്തിയത് നമുക്കറിയാം, ഭക്ഷ്യശാസ്ത്രത്തിലെ PhD എടുത്തിട്ടുള്ള അന്നത്തെ കാരണവരുണ്ട്. ആരാണെന്നറിയാലോ? അതായത് നമ്മുടെ സ്വന്തം പെരുന്തച്ഛൻ. അദ്ദേഹത്തിന്റെ കരവിരുതിലെ ജന്മമെടുത്തതായിരുന്നു ഈ ക്ഷേത്രം. പാർവതി ദേവിക്ക് ആദ്യമായിട്ട് ആർത്തവം സംഭവിച്ച ഭൂമി എന്ന രീതിയിൽ സനാതന ധർമ്മത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ. ക്ഷേത്രത്തിന്റെ ചുവരുകൾ ഓരോന്നോരോന്നായി നാം പരിശോധിക്കുമ്പോൾ ഭക്തിയുടെയും അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും ഒക്കെ കലവറയായിട്ട് നമുക്ക് നിരീക്ഷണ പാടവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പെരുന്തച്ഛന്റെ വാസ്തുശില്പകലയുടെ ആ ഒരു വാസ്തുശില്പ പാരമ്പര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്, അല്ലെങ്കിൽ മകുട ഉദാഹരണമാണ് ഈ ക്ഷേത്രം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ക്ഷേത്രം ഇന്നും അതിന്റെ പ്രൗഢിയും പ്രഭയും ഓരോ ഭക്തന്റെയും മനസ്സുകളിൽ വിളിച്ചോതുകയാണ് ചെയ്തു പോരുന്നത്. ഈ സന്നിധിയിൽ സംഭവിക്കുന്ന അപൂർവമായ പ്രതിഭാസമാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലനിർത്തുന്നതും അതുപോലെ തന്നെ ഭക്തർക്കിടയിൽ അതിശയകരമായ ചില പ്രതിഭാസങ്ങൾ അവർ കേട്ട് കണ്ട് മുന്നോട്ട് പോകുവാനിടയാക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ അനന്യ സാധാരണമായ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാം. പാർവതി ദേവിക്ക് ആർത്തവം സംഭവിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം അത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാത്രമാണ്. ഈ ഒരു പ്രതിഭാസം ഇത് സാക്ഷ്യം വഹിക്കുന്നത് അവിടുത്തെ അന്തർജനങ്ങളുമാണ്. ലോകത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വിധം ചെങ്ങന്നൂർ ക്ഷേത്രത്തില് ശ്രീ പാർവതി ദേവിക്ക് ആർത്തവം ആരോപിക്കപ്പെടുന്നു. അത് മനുഷ്യ സഹജമായ ഒരു പ്രതിഭാസം. അത് പാർവതി ദേവിക്കും അവിടെ ആരോപിക്കപ്പെടുന്നു. അത് ആരോപിക്കപ്പെടുക മാത്രമല്ല, അതൊരു പ്രതിഭാസം എന്ന രീതിയിൽ നേരിട്ട് കണ്ട് അനുഭവിക്കുവാൻ അവിടുത്തെ അന്തർജനങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ്. സാധാരണ സ്ത്രീകളെ പോലെ തന്നെ പാർവതി ദേവിക്കും ആർത്തവം ഉണ്ടാകുന്നു. ഇത് ആർക്കല്ലേ വിശ്വസിക്കാൻ കഴിയുക? എന്നാൽ സത്യം അതാണ്. സ്ത്രീത്വത്തിന്റെ പവിത്രതയെ അടയാളപ്പെടുത്തുന്നു, മാത്രമല്ല ആഘോഷിക്കുകയുമാണ് ചെയ്യുക. ഇത് വെറുമൊരു ഐതിഹ്യമല്ല, മറിച്ച് എല്ലാ പ്രഭാതത്തിലും പൂജാരി ദേവിയുടെ വസ്ത്രങ്ങൾ പരിശോധിക്കുന്നു. ഇതിനെന്നോ രക്തത്തിന്റെ അടയാളങ്ങൾ വല്ലതും ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണിത്. സാന്നിധ്യം കണ്ടെത്തിയാല് ക്ഷേത്രം ഒരു അത്ഭുതകരമായ പാരമ്പര്യമാണ് പിന്നീട് പിന്തുടരുക. ക്ഷേത്രത്തിലെ പരമ്പരാഗത അധികാരികളാണ് താഴമൺ മഠത്തിലെ അന്തർജനങ്ങൾ. അന്തർജനങ്ങളാണ് ദേവിയുടെ ആർത്തവം സ്ഥിരീകരിക്കുന്നത്. ഈ സാന്നിധ്യത്തിന്റെ സാക്ഷികളായിട്ട് നിലകൊള്ളുന്നവരാണ് താഴമൺ മഠത്തിലെ അന്തർജനങ്ങൾ. അന്തർജനങ്ങൾക്ക് അനുഭവവും അനുഭൂതിയുമാണ് നമ്മുടെ ദേവി എന്നത്. അപ്പോൾ ദേവിക്ക് ഉണ്ടാകുന്ന, ദേവിയുമായി നേരിട്ട് ഇടപെടാൻ, ദേവിയുമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ളതാണ് ഈ അന്തർജനങ്ങൾ. സ്ഥിരീകരണത്തിന് ശേഷം പാർവതി ദേവിയുടെ വിഗ്രഹം ഗർഭഗൃഹത്തിൽ നിന്നും മാറ്റി മറ്റൊരു മുറിയിലേക്ക് സ്ഥാപിക്കുന്നു. 4 ദിവസങ്ങൾ ദേവി വിശ്രമിക്കുന്നു. ക്ഷേത്ര കവാടങ്ങൾ അടച്ചിടുന്നു. മനുഷ്യ സ്ത്രീകൾക്കുള്ള അതേ നിയന്ത്രണങ്ങളും ദേവിക്കും ബാധകമാകുന്നു. 4 ദിവസം തികച്ചും വിസ്മയകരമായ ഒരു സംഭവമാണ് നടക്കുക. ആഘോഷപൂർണമായി ദേവി വിഗ്രഹം പമ്പാ നദിയിലേക്ക് ആഘോഷത്തോടുകൂടി തന്നെ ദേവിയെ കുളിപ്പിക്കുന്നതിന് വേണ്ടി, ദേവിയെ ആറാടിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകും. ഭക്തജനങ്ങൾ മന്ത്രോച്ചാരണത്തോടുകൂടി ദേവിക്ക് ആർത്തവത്തിന്റെ ആ ഒരു ആഘോഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജന സഹസ്രങ്ങൾ മന്ത്രോച്ചാരണം ചൊല്ലി ആ ചടങ്ങ് അവസാനിപ്പിക്കുന്നു. വിസ്മയകരമായ മറ്റൊരു കാര്യമുണ്ട്. ദേവിയെ ആറാടുവാനായിട്ട് പമ്പാ നദിയിൽ കൊണ്ടുപോയി ആറാട്ടിന് ശേഷം ദേവി ആഘോഷത്തോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വരവും കാത്ത് നമ്മുടെ ക്ഷേത്ര കവാടത്തിന്റെ മുന്നിൽ ദേവിയെ വരവേൽക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. ഭഗവാൻ ദേവിയെ ആദരപൂർവം ദേവിയെ കൂടെ കൂട്ടുന്നതിന് വേണ്ടി ആദരപൂർവം ക്ഷേത്ര കവാടത്തിൽ കാത്തു നിൽക്കുന്ന ആ ഒരു കാഴ്ച
അത് കണ്ണിന് നയനാനന്ദകരമായ ഒന്ന് തന്നെയാണ്. ദേവീ വിഗ്രഹം തിരികെ ശ്രീകോവിലിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ തികച്ചും അതൊരു അങ്ങോട്ടുള്ള ഒരു പ്രവേശനം മാത്രമല്ല, മറിച്ചൊരു സന്തുലിതാവസ്ഥ കൂടി പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുക. ഭൂമിയിലെ പുരുഷ സ്ത്രീ ശക്തികളുടെ സംഗമം, അതിലൂടെയുള്ള ഒരു പ്രകൃതിയുടെ ബാലൻസ്, ഇതൊക്കെയാണ് ഈ ഒരു പ്രതിഭാസം നമ്മെ മനസ്സിലാക്കി തരുന്നത്. തൃപ്പൂത്താറാട്ട് ഈ ഒരു പേരിലാണ് ഭക്തിനിർഭരമായ ഈ ചടങ്ങ് ആ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. ദേവി തൃപ്പൂത്തായി എന്നാണ് പറയുക. അനേകായിരം ഭക്തരാണ് ഈ ഒരു അത്ഭുത പ്രതിഭാസത്തിന് ആ ക്ഷേത്ര സന്നിധിയിൽ പാത്രീഭവിക്കുക. ആർത്തവമുള്ള ദേവി, ആ ദേവിയെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന ദേവൻ, എന്തൊരു അതിശയകരമായ കാര്യമാണല്ലേ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അതിശയോക്തി തോന്നാം. പവിത്രതയെയും മാനുഷികതയെയും ആദരിക്കുന്ന ക്ഷേത്രം, അതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. കാലങ്ങളായി ഈ പാരമ്പര്യം തടസ്സമില്ലാതെ തുടർന്നു പോന്നു. എന്നാൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടം വന്നപ്പോൾ ഇന്ത്യയുടെ പവിത്രതയ്ക്ക്, അതിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിന് ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെ നിരസിക്കുന്ന ചില സമീപന രീതി ബ്രിട്ടീഷുകാർ പിന്തുടർന്നു പോന്നിരുന്നു. കേണൽ മൺറോ എന്ന യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ ആർത്തവമുള്ള ദേവി എന്ന ആശയത്തെ അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇത് അർത്ഥശൂന്യമായി തോന്നി. അങ്ങനെ അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ ആചാരത്തെ പരിഹസിച്ചു. മാത്രമല്ല, ഈ ഒരു ആചാരം നിർത്തലാക്കുവാൻ അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ദൈവിക ശക്തികളെ പരിഹസിക്കുന്നത് കുറച്ച് കാണരുത്. അതിന്റെ ഒരു അനുഭവം അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി. പിന്നീട് വൈകാതെ അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ ഭാര്യയ്ക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യമോ ചരിത്രമോ പെരുമയോ ഒന്നും അറിയാതിരുന്ന ഭാര്യയ്ക്ക് കടുത്ത അതികലശലായ വയറുവേദന അനുഭവപ്പെടാനിടയായി. അതും ആർത്തവ വേദനയായിട്ടാണ് അവർക്ക് തോന്നിയത്. അസാധാരണമായ രക്തസ്രാവവും അവർക്ക് അനുഭവപ്പെട്ടു. ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരു ഡോക്ടറുടെ മരുന്നിനും അവരുടെ വേദനയെ ശമിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അച്ഛനായ മൺറോ പിന്നീട് ക്ഷേത്ര പൂജാരിയുടെ ഉപദേശം തേടുകയുണ്ടായി. പൂജാരിക്ക് കാര്യം മനസ്സിലായി. സന്ദേശം വളരെ പ്രകടമാവുകയും ചെയ്തു. ദേവിയോട് ഇയാൾ അനാദരവ് കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് എന്നതായിരുന്നു മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അങ്ങനെ മറ്റു മാർഗങ്ങളില്ലാതെ മൺറോ ആചാരം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അത്ഭുതകരമെന്ന് പറയട്ടെ, വീണ്ടും അദ്ദേഹം പ്രായശ്ചിത്തം എന്ന ഈ ആചാരം അവിടെ പുനഃസ്ഥാപിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വേദന അത് പാടെ ഇല്ലാതെയായി. പിന്നീട് ആരും ഈ ആചാരത്തെ ചോദ്യം ചെയ്യുവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഇന്നും ക്ഷേത്രം അചഞ്ചലമായ ഭക്തിയോടെ പാർവതി ദേവിയുടെ ആർത്തവത്തിന്റെ ആ ആചാരം നിർവഹിച്ചു പോരുന്നു. ജഗത് ജനനിയായ പാർവതി ദേവി പ്രപഞ്ചത്തിന്റെ സൃഷ്ടിശക്തിയുടെ മൂർത്തിമ ഭാവമാണ് എന്ന് നമുക്ക് കരുതാം. ആർത്തവം എന്നത് ദിവ്യാനുഭവത്തിലൂടെ സ്ത്രീത്വത്തിന്റെ മഹത്വം കാട്ടിത്തന്ന പാർവതി ദേവി. ആർത്തവം എന്നത് വെറുമൊരു ശാരീരിക പ്രക്രിയയല്ല, മറിച്ച് അത് സൃഷ്ടിയുടെ അത്ഭുതകരമായ ഒരു വരദാനമായിട്ട് ആണ് നാം കരുതേണ്ടത്. ജീവൻ നൽകുന്നതിന് വേണ്ടിയുള്ള ദിവ്യമായ ഒരു ശക്തിയാണ് ആർത്തവം സ്ത്രീകളിൽ ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ പുനരുജ്ജീവനത്തിന്റെ പ്രതീകമാണിത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പാർവതി ദേവി നമുക്കൊരു മഹത്തായ സത്യമാണ് വെളിപ്പെടുത്തി തരുന്നത്. സ്ത്രീത്വം അതിന്റെ സമ്പൂർണതയിൽ ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും അത് ദൈവികതയും മാനുഷികതയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഭൂമിയിൽ അതിനെ പ്രതീകമായിട്ട് ദേവി ചൈതന്യം ക്ഷേത്രത്തിൽ കുടികൊള്ളുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആചരിച്ചു പോരുന്ന ഈ ചടങ്ങ് അത് കാലങ്ങളായിട്ട് നടത്തിപ്പോരുന്ന ഒരു ദിവ്യ ചടങ്ങായിട്ട് വേണം കരുതാൻ. ദേവിയുടെ ഈ ആചാരം നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീത്വം എന്നത് പ്രകൃതിയുടെ സൃഷ്ടിയാണ്, വരദാനമാണ്, അത് പവിത്രമാണ്. അപ്പോൾ ആ പവിത്രമായ സ്ത്രീത്വത്തെ ആദരിക്കുകയും അത് ആചരിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യേണ്ടതാണ് എന്നതാണ് പാർവതി ദേവിയുടെ ആർത്തവ ചടങ്ങിലൂടെ നമ്മെ ഉദ്ഘോഷിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ സ്ത്രീയിലും പാർവതി ദേവിയുടെ അംശം നിലകൊള്ളുന്നു എന്നതല്ലേ സത്യം, എന്നതല്ലേ ഈ ആർത്തവ ചടങ്ങ് നമ്മെ ബോധ്യപ്പെടുത്തുന്നതും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു so much.